ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് മഞ്ഞളെണ്ണ ഉണ്ടാക്കാൻ പോവാണേ. അപ്പം 500 എണ്ണയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് നിലംപരണ്ടയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലൂടെയൊക്കെ കാണാറുണ്ട്, നമ്മുടെ പറമ്പുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം നിലംപരണ്ട അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ മഞ്ഞൾ ഒന്ന് അരിഞ്ഞെടുക്കണേ. തൊലിയൊന്നും കളയണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേ മഞ്ഞൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നേരത്തെ നമ്മൾ അരച്ച് വെച്ച നിലംപരണ്ടേൻ്റെ കൂടെ ഇടാം. ഇതിന് ശേഷം നമ്മുടെ തേങ്ങ ഇച്ചിരി വെള്ളം കൂട്ടി നമ്മൾ തേങ്ങാപ്പാലാക്കില്ലേ, തേങ്ങാപ്പാലാക്കി എടുക്കണം. നമുക്ക് അടുപ്പിൽ നമ്മളിപ്പോൾ ഒരു ഉരുളിയാണ് വെക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണ 500 എണ്ണയാണ് എടുത്തേക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ അരച്ച് വെച്ച മഞ്ഞളും അതുപോലെ തന്നെ നിലംപരണ്ടയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ എണ്ണ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വരണം. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണിത്. നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിലുണ്ടാവുന്ന മഞ്ഞളും അതുപോലെ തന്നെ ഈ നിലംപരണ്ടേൻ്റെ ഇലയാണെങ്കിലും നമ്മുടെ പറമ്പിൽ ഉണ്ടായത് തന്നെയാണ്. നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ നോക്കിയാൽ തന്നെ കാണും. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മഞ്ഞളെണ്ണ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തുണ്ടാവുന്ന അലർജി അതുപോലെ തന്നെ അതിൻ്റെ പാടുകൾ ഒക്കെ മായ്ക്കാൻ നല്ലതാണ്. ഒന്നും ഉണ്ടാവില്ല. നമ്മളത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ടാനൊക്കെ മാറ്റാൻ നല്ലതാണ്. നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. എണ്ണമയോ അങ്ങനെ ഓയിലി സ്കിന്നായി പോവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ആണെങ്കിൽ ഇത് തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ തിളച്ച് വരും. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണയൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ടാനൊക്കെ മാറാൻ കുറേ പേര് ഓൺലൈനിൽ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണിത്. ഇതിൻ്റെ കളറ് ടോട്ടലി മാറി വരണം കേട്ടോ, ഒരു പച്ച കളറായിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം.
കുറച്ച് പണിയാണ് ഇങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മളിത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെയാണ് ഉണ്ടാക്കൽ കൂടുതലും. കാരണം എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധയില്ലെങ്കിൽ ഇത് എല്ലാം നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, അതിൻ്റെ ആ മട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന കണ്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തിളയ്ക്കണം. ഇങ്ങനെ കുറേ നേരം ഇരിക്കണം. ഇങ്ങനെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം ആയോ എന്നൊക്കെ. കണ്ടോ, മട്ടയ്ക്ക് അടിയിലോട്ട് പോയിട്ട് എണ്ണ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതായിട്ടില്ലേ, കുറച്ചുകൂടെ ആവാനുണ്ട്. നമ്മുടെ ദേഹത്തിന് ചൊറിച്ചിലൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ഇത് തേച്ച് കുളിക്കുന്നതൊക്കെ നമ്മുടെ നിറം വെക്കാനൊക്കെ നല്ലതാണ്. മഞ്ഞളിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ടർമറിക് ഫേസ് വാഷും അതൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഇതും എന്തായാലും യൂസ് ചെയ്യുക. കാരണം ഇതിനകത്ത് നിങ്ങൾ വീഡിയോ കാണുന്നതാണ്, ഇതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കോക്കനട്ട് ഓയിലും ടർമറിക്കും പിന്നെ നമ്മുടെ നിലംപരൻ്റെയും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും, ഇത് മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. കണ്ടോ, അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്ന കണ്ടോ. നന്നായിട്ട് കളർ ഒരു ഗ്രീൻ കളറായി വരണം. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു തിളപ്പൊക്കെ നൈസായിട്ടൊന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റിനെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. എണ്ണയൊക്കെ മേളിലിങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, മട്ടയ്ക്ക് അടിയിലും ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കുപ്പിനകത്തോട്ട് ഒഴിച്ചു വെക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു വലിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 500 എണ്ണ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മളിതേ ഒരു കുപ്പിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
നമ്മളിതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.